നമസ്കാരം. കേരളത്തിൽ ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാലും UDF തങ്ങളുടെ ആധിപത്യം നിലനിർത്തുമെന്ന് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ. 2024 തിരഞ്ഞെടുപ്പിലെ അതേ സീറ്റ് നില തന്നെയാണ് കേരളത്തിൽ അഭിപ്രായ സർവേയും പ്രവചിക്കുന്നത്. 2025 ജനുവരി 2 ഫെബ്രുവരി 9 ഇടയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി 1,25,123 വ്യക്തികളെ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത്. സംസ്ഥാനത്തെ ആകെയുള്ള 20 സീറ്റിൽ 18 സീറ്റിലും UDF തന്നെയായിരിക്കും വിജയിക്കുക. ബാക്കിയുള്ള ഓരോ സീറ്റിലും LDFും NDAയും വിജയിക്കുമെന്നും സർവേ പറയുന്നു. അതേസമയം BJPയുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവാണ് സർവേ പ്രവചിക്കുന്നത്. പരമ്പരാഗതമായി ദ്വികക്ഷി രാഷ്ട്രീയം നിലനിർത്തുന്ന കേരളത്തിൽ മൂന്നാം ബദലായി BJP ഉയർന്നു വരികയാണെന്നാണ് അഭിപ്രായ സർവേയുടെ വിലയിരുത്തൽ. കൂടാതെ LDFന്റെ വോട്ട് വിഹിതത്തിൽ ഇടിവുമുണ്ടാകും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 17% വോട്ടായിരുന്നു. ഇത് 7% വർദ്ധിച്ച് 24% എത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. അതേസമയം LDFന് 32% വോട്ടായിരുന്നു 6 മാസം മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. എങ്കിലിത് 2% കുറഞ്ഞ് 30%-ത്തിലെത്തും. UDFന് ലഭിച്ച 43% വോട്ട് 1% കുറഞ്ഞ് 42%-ത്തിലേക്കും എത്തും. അതേസമയം ലോക്സഭയിലെ കണക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നാണ് സർവേ വിശകലനം ചെയ്ത രാഷ്ട്രീയ വിദഗ്ധരുടെ നിരീക്ഷണം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കാര്യമായ കോട്ടം സംഭവിക്കില്ല എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂവെന്ന് സെന്റർ ഫോർ പോളിസി റിസർച്ചിലെ രാഹുൽ വർമ്മ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനം നിലനിർത്തിയപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ച ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇടതുപക്ഷത്തെ ഒരു ദേശീയ ഘടകമായി ജനങ്ങൾ കാണാത്തതുകൊണ്ടാണ് ഈ വിഭജനം സംഭവിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രവചനമല്ല ഈ കണക്കുകളെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ ഒരു മാറ്റത്തിലാണെങ്കിലും അത് നിയന്ത്രിക്കപ്പെട്ടുവെന്നും ഇപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും രാഷ്ട്രീയ വിശകലന വിദഗ്ധ മനീഷ പ്രിയം പറയുന്നു. കോൺഗ്രസ് കേഡർ ദുർബലമാണെന്നാണ് സംസ്ഥാനത്തെ വോട്ടർമാർ വിശ്വസിക്കുന്നത്. അതേസമയം ഇടതുപക്ഷം ഇപ്പോഴും ശക്തമാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ മോശം പ്രകടനം സംസ്ഥാനത്ത് അതിന്റെ സാധ്യതകളെ ദോഷകരമായി ബാധിക്കുകയായിരുന്നുവെന്നും മനീഷ പ്രിയം പറയുന്നു. കൂടാതെ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അകന്നുപോയ സ്ത്രീ OBC വോട്ടർമാരെ തിരിച്ചെത്തിക്കാമെന്നും മനീഷ പ്രിയം പറയുന്നു. അതേസമയം സംസ്ഥാനത്ത് BJPയുടെ സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് സെഫോളജിസ്റ്റും സീ വോട്ടറിന്റെ സ്ഥാപക ഡയറക്ടറുമായ യശ്വന്ത് ദേശ്മുഖ് പറയുന്നത്. 15 വർഷങ്ങൾക്ക് മുൻപ് ത്രിപുരയിലെ BJPയെ കുറിച്ചോ പശ്ചിമ ബംഗാളിലെ BJPയെ കുറിച്ചോ നമ്മൾ ഇതേ കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇടതുപക്ഷ വോട്ടുകൾ BJPയിലേക്ക് മാറുന്നോ എന്നതാണ് ചോദ്യമെന്നും യശ്വന്ത് ദേശ്മുഖ് പറയുന്നു.